കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഇനി വിശമാർപ്പിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ചില വാക്യങ്ങൾ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവനിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 11-ാം അധ്യായം തന്നെ നയമാത്യനായ സോഫർ ഇയ്യോബിനെ പറ്റി പരാമർശിക്കുന്ന ചിന്തകളാണ്, അല്ലെ? ആ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. അപ്പം അത് ഇയ്യോബിനെ കുറ്റം പറയത്തക്ക രീതിയിലുള്ള തരത്തിലാണ് ചിന്തകൾ പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനൊരു കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് ഈ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് വിശാഖപ്പെടുന്നത്. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവനിലേക്ക് കൈ മലർത്തുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈകളെ മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത്. അപ്പൊ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈ മലർത്തുമ്പോൾ നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ആ തിരുവചന ചിന്ത. നമ്മുടെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യുക? അതിനെ നമ്മൾ അകറ്റണം. അടുത്ത് പറയുന്ന വാചകം ഇതാണ്: നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പൊ നമ്മുടെ കൂടാരങ്ങൾക്ക് ആ നീതികേടുണ്ടെങ്കിൽ, അനീതി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അകറ്റുവാൻ തക്കവണ്ണമിടയാൽ. എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തിന് എന്നുള്ള ചോദ്യത്തിന് അടുത്ത വാക്യമാണ് മറുപടി നൽകുന്നത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. അടുത്ത് സ്തോത്രം, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. അപ്പം നമ്മുടെ കൈകളെ നമ്മൾ വിശുദ്ധമാക്കിയാൽ അത് സ്തോത്രം നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് നീതികേടില്ല എങ്കിൽ നമ്മൾ ഏതു വിധത്തിലൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഒന്ന്, നമ്മുടെ മുഖം കളങ്കം കൂടാതെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പലപ്പോഴും തല ഉയർത്തി പിടിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? എന്നാൽ കളങ്കം കൂടാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മനസ്സിനകത്ത് സ്തോത്രം മനസാക്ഷി കുത്തില്ലാതെ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ഒരു ക്ലീനായ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ അത് നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം. അത് സ്തോത്രം നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് നീതികേട് പാടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ നമ്മുടെ മുഖത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റും. അത് മാത്രമല്ല, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അത് സ്തോത്രം അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. സ്തോത്രം എന്താ അതിന്റെ അർത്ഥം? ഒന്ന്, നമുക്ക് കളങ്കം കൂടാതെ മുഖം ഉയർത്താൻ കഴിയും. രണ്ട്, അത് സ്തോത്രം നമുക്കൊരു ഉറച്ചു നിൽപ്പുണ്ട്, ഭയപ്പെടുകയില്ല. സ്തോത്രം അടുത്ത് പറയുന്നു, നീ കഷ്ടതയെ മറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പൊ ഈ വിധ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം. കൈകൾ വിശുദ്ധമായ നിന്റെ മുഖം ദൈവത്തിനെ ഉയർത്തുവാൻ തന്നെ കഴിയും. നമ്മൾ ഭയപ്പെടേണ്ടി വരത്തില്ല. നിന്റെ സ്തോത്രം കാലടികൾ ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരും. കഷ്ടതയെ നമ്മൾ മറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വിധ നന്മകളെ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.